നമ്മുടെ കൂടെ ഘനശ്യാമന്റെയും അമൃതവർഷിണിയുടെയും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പ്രത്യേകതയുള്ള അച്ഛനും അമ്മയോ. ഈ രണ്ട് മക്കളും ഇങ്ങനെ പാടുന്നതിന്റെ പിന്നിലെ കാരണം ഇവർ രണ്ടുപേരുവാ. അതെ, രണ്ടുപേരും സംഗീത അധ്യാപകരാണ്. പ്രിയ ചേച്ചി നമസ്കാരം. നമസ്കാരം. പ്രീജ. അതെ. ചേട്ടൻ ദിനേശ് ചന്ദ്രൻ. ഓക്കെ, അപ്പോ മക്കൾ രണ്ടുപേരെയും പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ആണോ? തുടക്കത്തിൽ ഞങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം മോൻ ചമ്പക്കര വിജീഷ് മാഷ് എടുത്ത് പഠിക്കുന്നുണ്ട്. മോളിപ്പം നമ്മളുടെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ചേട്ടൻ അധ്യാപകൻ കൂടിയാണ്. നമ്മൾ ഓൺലൈനായിട്ട് മ്യൂസിക് ക്ലാസ് എടുത്തോണ്ട് രണ്ടുപേരും വീട്ടിൽ തന്നെ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണോ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതും? അതെ, നമ്മള് തന്നെയാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ നമ്മുടെ ഈ ശാസ്ത്രീയ സംഗീതത്തിന് ഇവിടെ കോമ്പറ്റീഷൻ വരുമ്പോ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? സബ് ജില്ല മുതൽ നീയാണ് ഇവിടുത്തെ താരം. പോയി നിൽക്കല്ലേ, ബാക്കിലോട്ട് പോകല്ലേ? കുറേ നാള് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിലേക്ക് ഇത് ആദ്യത്തെ മത്സരമായിരുന്നു. 8ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തന്നെ വന്ന് നമ്മള് 1ാം സ്ഥാനം വാങ്ങിച്ചു അല്ലേ? 1ാം സ്ഥാനം എ ഗ്രേഡ് പങ്കെടുത്തല്ല കുട്ടികൾക്ക്. കഴിഞ്ഞ വർഷം പിന്നെ ഫസ്റ്റ് ആയിരുന്നു ജില്ലയിൽ മോനെ. ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷാ. ശരി, കുടുംബം 4 പേരോട് ചേർന്ന് പാടാം. ഓക്കെ, മായാമഞ്ജലിൽ ഇതുവഴിയെ പോകും തെന്നലേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോ വരൂ വരൂ മായാമഞ്ജലിൽ ഇതുവഴി പോകും തിങ്കളേ. അടിപൊളി അല്ലേ? ഇവരെ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. എന്ത് വന്നാലും ഒരു പാട്ടങ്ങ് പാടുക, അതിന് കോംപ്രമൈസ് ചെയ്യാം. അനുചേട്ടാ, മത്സരങ്ങൾ പൊടിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോരോ കഴിവുകൾ സത്യം പ്രത്യേകിച്ച് നമ്മൾ പറയില്ല, ഈ മത്സരത്തിന് ഈ കാണികൾ തിരുവനന്തപുരത്ത് കാണാൻ കുറവാണെങ്കിൽ കൂടി മത്സരങ്ങൾ അതിഗംഭീര മത്സരങ്ങളാണ്. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ ഈ തവണത്തെ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ സംഘാടനമാണ്. നമുക്കത് അഭിനന്ദിച്ചേ മതിയാകും. ലാഗില്ലാത്ത മത്സരങ്ങൾ. ഏറ്റവും സാധാരണ കലോത്സവത്തിൽ 2 തവണയെങ്കിലും ഒരു മത്സരം നിർത്തിവെക്കേണ്ട അവസ്ഥയും അതിഗംഭീരം അങ്ങനെ ഒരു പ്രശ്നം പോലും റിപ്പോർട്ട് ചെയ്യാത്ത അതിഗംഭീരമായ. ഇവിടെ ഹലോ, ഹായ്, നിങ്ങൾ എവിടുന്നാ വന്നേ? കോഴിക്കോട് തന്നെയാണ്. ഇവിടെ വെറുതെ കാണാൻ വന്നെയാണോ? ഓ, നമ്മൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് വന്നെയാണ്. അറബിക് ഗ്രൂപ്പ് സോങ്ങിന് വന്നെയാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് മാനവീയ വീഥിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. നമ്മുടെ കോഴിക്കോട് ഇതുപോലത്തെ സ്ഥലമുണ്ടോ? ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. എത്ര സ്ഥലമുണ്ട്? SM സ്ട്രീറ്റ് ഉണ്ട്. ശരി ശരി ശരി. ഇത് ടീച്ചറാണ്, ടീച്ചേഴ്സാണ് രണ്ടുപേരും. എങ്ങനെയുണ്ട് തിരുവനന്തപുരം ഒക്കെ? അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. അപ്പൊ നമുക്ക് നേരെ ഇല്ല ബോളിയും പാൽ പായസം കഴിച്ചോ? അതും കഴിച്ചില്ല, ഇന്ന് കഴിക്കണം. എല്ലാം ട്രൈ ചെയ്തു. എല്ലാം കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ. കഴിച്ചു ആദ്യമായിട്ട്. അല്ല, ഇതെവിടുന്ന് വന്നു? ഇതെവിടുന്ന വന്നേ? വടകരേന്ന് വരിക. ഈ ടീമിന്റെ ഭാഗമാണ്. മാനേജറാണ്. ഓ, മാനേജറാണ്. ശരി, അപ്പൊ നമുക്ക് ഒരു പെർഫോമൻസ് ആയാലോ? നിങ്ങൾ എന്താണെങ്കിലും കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കൊഴുപ്പിക്കാം അല്ലേ? പാടാം, നമുക്ക് പാട്ട് തുടങ്ങിയാലോ? മോന്റെ പേരെന്താ? അജ്മൽ. മോന് ഈ കൂട്ടത്തിലുള്ളയാണോ? നിങ്ങൾ ഒന്നിച്ചാണ്, ഒരു ഗ്രൂപ്പ് അല്ലേ? ഓക്കെ, പേരും കൂടി പറയാം. ഷിഫ്ന, ആലിയ, അമീന, നഫ്ഹ, ഗൗരി. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് ഒരു തീർച്ചയായിട്ടും നമ്പ്യാരെ, നീ റെഡി അല്ലേ? ഓക്കെ, السلام عليكم ورحمة الله وبركاته. ما هان الهك عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 لا, لا نفديك لنحيا في
فلسطين فلسطين بلادي نحميها جرحا أو أملا لا 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 راح نبكى فيها اليوم الدين فلسطين بلادي لن نسكت لن نستسلم لا 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 نفديك لنحيا يا فلسطين فلسطين بلادي نحملها جرحا أو أملا لا 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 راح نبكى فيها اليوم الدين فلسطين بلادي فلسطين بلادي فلسطين بلادي شكرا അടിപൊളി അടിപൊളി. പക്ഷേ ഇതിന്റെ അർത്ഥം അനുചേട്ടൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അനുചേട്ടാ പറയൂ ഇതിന്റെ അർത്ഥം. അത് പറയാൻ ഇയാൾ പറയും. ഞങ്ങൾ സംസാരിക്കാതിരിക്കില്ല, ഞങ്ങൾ കീഴ്പ്പെടുകയുമില്ല. ഫലസ്തീനിൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. തീർച്ചയായും ആ ഫലസ്തീൻ മക്കൾക്കൊപ്പം തന്നെയാണ് നമ്മളും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണം. കല എന്നാൽ മാനവികത എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന കലോത്സവം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് തന്നെയാണെന്ന് ഈ മക്കൾ ഇവിടെ പാടിയത്. ഏതായാലും ഫലസ്തീനിലെ എല്ലാ മക്കൾക്കും നമ്മൾ ഏറ്റവും നല്ല ഒരു ഇനി പുതിയ വർഷമാണ്, അങ്ങനെ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. സൈദുപ്പിന് എന്താണ് പരിപാടി ഇനി അടുത്തത്? കഴിഞ്ഞു, എ ഗ്രേഡ് കിട്ടി, പൊളി. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേ? ഓക്കെ.